മല്ലരെയൊക്കെ വധിച്ചിട്ടു കംസനെ കൊല്ലുവാനായി കുതിച്ച കൃഷ്ണഹരി. മഞ്ചമേറിക്കൊണ്ടിരുന്ന മാനുഷ കുഞ്ചരനെ കൊന്നൊഴിച്ച കൃഷ്ണഹരി. ഭാരതയുദ്ധത്തിന് ശേഷം യുധിഷ്ഠിര മഹാരാജാവ് 36 കൊല്ലാണ് രാജ്യം ഭരിച്ചത്. പാണ്ഡവരുടെ ഭരണകാലത്ത് രാജ്യത്ത് എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടായി. യുദ്ധാനന്തരം ധൃതരാഷ്ട്ര, കുന്തി, ഗാന്ധാരി എന്നിവർ 18 കൊല്ലാണ് ജീവിച്ചിരുന്നത്. അതിനുശേഷം പിന്നെയും 18 കൊല്ലം പാണ്ഡവര് രാജ്യം ഭരിക്കുകയുണ്ടായി. ക്രമേണ കാലഗതി പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങുന്നത് കാണാൻ ഇടയായി. ജനങ്ങളുടെ ബുദ്ധി ഒക്കെ ദുഷിച്ച് ധർമ്മനിഷ്ഠയ്ക്ക് പൊതുവെ ഹാനി വന്നു തുടങ്ങി. വികാരങ്ങൾ ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കുകയും ധർമ്മത്തിൽ ആർക്കും ശ്രദ്ധയില്ലാണ്ടായി തീരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സർവനാശത്തെ സൂചിപ്പിക്കുന്ന പല ദുർലക്ഷണങ്ങളും കാണാൻ തുടങ്ങി. കാലത്തിൻ്റെ ഈ വൈപര്യത്തെ കണ്ട് സജ്ജനങ്ങൾ ഭയപ്പെടാൻ തുടങ്ങി. അധികം താമസിയാതെ യാദവർക്ക് ബ്രാഹ്മണശാപം ഏറ്റു. എരകപ്പുല്ലുകളായിട്ട് മുളച്ച മുസലപ്പൊടിയുടെ സ്പർശത്താൽ അവരൊക്കെ മരിച്ചു വീണു. ഭഗവാനും ബലരാമനും സ്വർഗാരോഹണം ചെയ്തു. ദ്വാരക തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നിങ്ങനെ വൈശമ്പായൻ പറഞ്ഞപ്പോൾ യാദവർക്ക് എങ്ങനെ ബ്രാഹ്മണശാപം കിട്ടിയെന്നും യാദവർ എങ്ങനെയാ ക്ഷയിച്ചെന്നും വിസ്തരിച്ചൊന്ന് പറഞ്ഞു തരൂ വൈശമ്പായ മഹർഷി എന്ന് ജനമേജയ രാജാവ് ആവശ്യപ്പെട്ടു. രാജാവേ, കൗരവമാതാവായ ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചത് ഞാൻ മുമ്പ് പറയണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങളെപ്പോലെ അങ്ങും വംശനാശം വന്ന് മരിക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ആ ശാപം. 36 കൊല്ലായിരുന്നു ആ ശാപത്തിൻ്റെ കാലാവധി. അതുകൊണ്ട് യുദ്ധം കഴിഞ്ഞ് 36ാമത്തെ കൊല്ലം ആയപ്പോൾ ഭഗവാൻ യാദവരുടെയും വൃഷ്ണികളുടെയും അന്ധകരുടെയും നാശത്തെ സ്മരിച്ചു. തൻ്റെ സ്വർഗാരോഹണ കാലമായി എന്ന് ബലരാമനെ ഓർമ്മിപ്പിച്ചു. ആ സമയത്താണ് ലോകത്തൊട്ടാകെ കാലവൈപര്യത്യവും ധർമ്മത്തിന് ക്ഷയവും ജനങ്ങളുടെ ബുദ്ധിക്ക് അശുദ്ധിയും കാണാൻ തുടങ്ങിയത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശ്വാമിത്രൻ, കണ്വൻ, നാരദൻ തുടങ്ങിയ മുനിമാര് ഭഗവാനെ കാണാൻ വരികയുണ്ടായി. അവർ ദ്വാരകയിൽ വന്ന് ഭഗവാനെ കണ്ട് മടങ്ങി നഗരപ്രാന്തത്തിലുള്ള ഒരു മൈതാനത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് സാരണൻ തുടങ്ങിയ ഏതാനും യാദവന്മാര് അവരെ കണ്ടു. അവരെ കണ്ടപ്പോൾ ഈ യാദവന്മാർക്ക് ഒരു കുസൃതി തോന്നി. പണ്ടൊരിക്കലും ആർക്കും തോന്നിയിട്ടില്ലാത്ത ഒരു ദുർബുദ്ധി എന്ന് തന്നെ പറയണം. ഈ സാരണാദി യാദവന്മാർ ശാമ്പനെ സ്ത്രീ വേഷം കെട്ടിച്ചു. എന്നിട്ട് ആ മഹർഷിമാരുടെ മുമ്പിൽ എത്തിച്ചു. മഹാത്മാക്കളെ, ഈ സ്ത്രീ ബദ്രുവിൻ്റെ മകളാണ്. ഇവൾക്ക് ഇതുവരെ പുത്രഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഇവൾ ഗർഭിണിയാണ്. ഇവള് പ്രസവിക്കാൻ പോണത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് അവിടുന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന് അപേക്ഷിച്ചു. ഇവർ വരുമ്പോൾ തന്നെ മഹർഷിമാർക്ക് അവരുടെ ജ്ഞാനദൃഷ്ടിയിൽ ഇതെല്ലാം ഉദിക്കുകയുണ്ടായി. ഇവരിത് പറഞ്ഞപ്പോൾ ഇത് കേട്ട മഹർഷിമാർ 3 പേരും ഒരുമിച്ചാണ് പറഞ്ഞത്, ഇവൻ നാളെ ഒരു ഇരുമ്പ് ഉലയ്ക്കാണ് പ്രസവിക്കുക. ആ ഉലയ്ക്ക കാരണം നിങ്ങളുടെ വംശം നശിക്കുകയും ചെയ്യും. ഒന്നുണ്ട് കേട്ടോ,
ശ്രീകൃഷ്ണനും ബലരാമനും ഇത് ബാധകാവില്ല എന്ന് പറഞ്ഞു തീർന്ന ഉടനെ തന്നെ മഹർഷിമാര് അവിടെ നിന്ന് അപ്രത്യക്ഷരായി. ഇവർക്ക് ശാപമോക്ഷമൊന്നും ചോദിക്കാനുള്ള സമയമില്ല. പെട്ടെന്ന് വരെ കാണാണ്ടാവുകയും ചെയ്തു. ആകെ വെപ്രാളായി. ആകെ ഭയപ്പെട്ട ശരണാദി സാംബവ യാദവന്മാര് ദ്വാരകയിലേക്ക് തിരിച്ചോടി. ദ്വാരക മുഴുവൻ ഈ വാർത്ത പരന്നു. ഋഷിവാക്യം സത്യമാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ സാമ്പൻ ഇരുമ്പുലയ്ക്ക പ്രസവിച്ചു. സാമ്പനും കൂട്ടരും ആ ഉലക്കയുമായിട്ട് നേരെ സുധർമാസഭയിൽ എത്തി. വിവരമൊക്കെ സഭയിൽ ധരിപ്പിച്ചു. ഇനി എന്താ ചെയ്യണ്ടേ എന്നുള്ള ആലോചനയായി. അവസാനം ഉഗ്രസേന രാജാവിൻ്റെ സഭയിൽ ഒരു തീരുമാനം ഉണ്ടായി. ഈ മുസലത്തെ അങ്ങോട്ട് രാവുക, എന്നിട്ട് നേർമയായ പൊടിയാക്കുക, എന്നിട്ട് അത് സമുദ്രത്തിൽ അങ്ങോട്ട് കലക്കുക. അത് പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. മുസലമൊക്കെ രാവി അവസാനം ഒരു ചെറിയ തുണ്ട് വന്നു. അതും കൂടി ചേർത്താണ് സമുദ്രത്തിൽ എറിഞ്ഞത്. ആ ഉരുക്കുപൊടികൾ സമുദ്രക്കരയിൽ അടിഞ്ഞുകൂടി. എരകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബലമുള്ള പുല്ലുകളായിട്ട് ആ മുസലപ്പൊടി കടൽക്കരയിൽ വളർന്ന് പൊന്തി. പിന്നെ സഭയിൽ ഒരു തീരുമാനം എടുക്കണ്ടായി. തമ്മിൽ തല്ലി നശിക്കുന്നല്ലേ പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഇനി ആരും തമ്മിൽ വാക്കേറ്റോ മത്സരങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഒഴിവാക്കണം. മദ്യപാനം ചെയ്യുമ്പോഴാണല്ലോ ഈ വാക്കേറ്റത്തിനൊക്കെ ഉള്ള ഒരു സാധ്യത. അതുകൊണ്ട് മദ്യപാനം എല്ലാവരും ഒഴിവാക്കാൻ സത്യം ചെയ്യുകയും ചെയ്തു. എന്താ കാര്യം? കാലം അനുകൂലമല്ലാണ്ടായി വരുമ്പോൾ ജനങ്ങളുടെ ബുദ്ധിയും നാശത്തിലേക്ക് തന്നെ പോവും. യാദവരുടെ വികാരങ്ങൾ പ്രക്ഷുബ്ധങ്ങളായിട്ട് മാറാൻ തുടങ്ങി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.